രണ്ടാം കർഷക സമരത്തിന്റെ അലയൊലികളാണ് ഉയർന്നു കേൾക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷകർ നടത്തിയ ദില്ലി ചലോ മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ്. ട്രാക്ടറുകൾ കടത്തിവിടാതെ പോലീസ് തടഞ്ഞതോടെയാണ് വലിയ സംഘർഷമുണ്ടായത്. കർഷകരെ പിരിച്ചുവിടാനായി പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. ആയിരക്കണക്കിന് കർഷകരാണ് പഞ്ചാബിൽ നിന്ന് ഹരിയാന അതിർത്തിയിലെത്തിയത്. പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ എടുത്തു മാറ്റിയ കർഷകർ ഇവ പാലത്തിൽ നിന്നും താഴേക്കെറിഞ്ഞു. ഇതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയായിരുന്നു. ചിതറിയോടിയ കർഷകർ വീണ്ടും സംഘടിച്ചെത്തി ബാരിക്കേഡുകൾ എടുത്തു മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. കണ്ണീർ വാതകം പ്രയോഗിക്കാനായി പോലീസ് ഡ്രോൺ ഉപയോഗിച്ചു. 6 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായാണ് പഞ്ചാബിലെ കർഷകർ ഡൽഹിയിലേക്ക് തിരിച്ചത്. അനിശ്ചിതകാലത്തേക്ക് സമരം നീണ്ടുപോകുമെന്ന സൂചനയാണ് കർഷകർ നൽകുന്നത്. ഡൽഹിയിലെ പ്രധാന പാതകളിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കർഷക സമരത്തെ നേരിടാനായി ഡൽഹിയിൽ 11 അധിക കമ്പനി പോലീസ് സേനയെ വിന്യസിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരത്തെ അടിച്ചമർത്താനുള്ള പോലീസ് ശ്രമങ്ങളും കോൺക്രീറ്റ് ബാരിക്കേഡുകളടക്കം മാറ്റി കർഷകർ നടത്തുന്ന സമരവും കടുക്കുകയാണ്. കർഷകരുടെ ആവശ്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇത്തരമൊരു വലിയ സമരത്തിലേക്ക് കർഷകർ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് ന്യൂസ് ഡിക്കോഡ് ആദ്യം വിശദമായി നോക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി പറയുന്നത് കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്ന നിയമം നിർമ്മാണം ചെയ്യണമെന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ സമരം ചെയ്തപ്പോൾ, അതായത് 2020 കർഷക സമരത്തിലും ഇത്തരമൊരാവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. അതിന്മേൽ കൃത്യമായ തീരുമാനമെടുക്കാമെന്ന ഉറപ്പിന്മേലാണ് അന്ന് സമരം അവസാനിച്ചത്. പക്ഷേ 2 വർഷം പിന്നിടുമ്പോഴും ഈ നിയമം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, കാർഷിക പെൻഷൻ 5000 രൂപയാക്കുക എന്നുള്ളതാണ്. അത് സ്വാമിനാഥൻ കമ്മീഷൻ ഒരു പ്രത്യേക നിർദ്ദേശമാണ്. പ്രത്യേകിച്ച് കാർഷിക വിളകളുടെ അസ്ഥിരത ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ ഇത്തരം സഹായങ്ങൾ ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് അതൊരു വലിയ ഡിമാൻഡായി തന്നെ അവർ മുന്നോട്ട് വെക്കുകയാണ്. മറ്റൊന്ന്, കാർഷിക കടം എഴുതിത്തള്ളുക. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർ വലിയ കാർഷിക കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനായി ഇത്തരം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നൊരാവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ കർഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കുക. 2020 പാസാക്കിയ ഈ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും കർഷകർ നടത്തിയിരുന്നു. ആ സമയത്തൊക്കെ കർഷകർക്കെതിരായ സമരങ്ങൾ അത് 2 വർഷത്തിനിപ്പുറവും തുടരുകയാണ്. പല രീതിയിൽ ഈ സമരങ്ങൾ, ഈ കേസൊക്കെ കർഷകരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കേസ് പിൻവലിക്കണമെന്നൊരാവശ്യം കൂടിയാണ് കർഷകർ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ലഖിംപൂർ ഖേരിയിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ, കർഷക സമരത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയതും കർഷകർ കൊല്ലപ്പെട്ടതുമായ പ്രശ്നങ്ങളുണ്ട്. ആ കർഷക കുടുംബങ്ങൾക്ക് ഇതുവരെ ധനസഹായം നൽകാമെന്ന പ്രഖ്യാപനമല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ സഹായം നൽകണമെന്നുള്ളൊരാവശ്യം കൂടി സമരത്തിന്റെ ഭാഗമായി കർഷകർ ഉന്നയിക്കുകയാണ്. മറ്റൊന്ന്, ഈ ലഖിംപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കൊലയാളികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ, അത് BJP നേതാവും അദ്ദേഹത്തിന്റെ മകനെയും രക്ഷിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. അവർക്ക് കൃത്യമായ ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ഇവർക്ക് നീതി ഉറപ്പാക്കുക എന്നൊരാവശ്യം കൂടി കർഷകർ ഉന്നയിക്കുകയാണ്. മറ്റൊന്ന്, സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ പുറത്തു വരണമെന്നൊരാവശ്യം കൂടിയാണ്. നമുക്കറിയാം ഈ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ, അതൊരു ബൈലാറ്ററൽ കരാറാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ കരാർ, ബഹുമുഖ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാറാണ്. അവിടെ ഇരു രാജ്യങ്ങളിലെയും വിളകൾ പരസ്പരം ഇരു രാജ്യത്തേക്കും ഇറക്കുമതി ചെയ്യാനുള്ള കരാറാണ്. അപ്പോൾ ഒരുപക്ഷെ തദ്ദേശീയമായ വിളകൾക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല. കാരണം പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വിളകൾ ധാരാളമായി എത്തുമ്പോൾ തദ്ദേശീയ വിളകൾക്ക് സ്വാഭാവികമായും വില തകർച്ചയുണ്ടാവുകയും കർഷകർ അതുവഴി വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന ഒരു വലിയ ആവശ്യം, അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നയപരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നടപ്പാകും, പ്രാബല്യത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നീട് ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കൂട്ടുക എന്നുള്ളതാണ് മറ്റൊരാവശ്യം. അതായത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേൽ ഇറക്കുമതി തീരുവ കൂട്ടുകയാണെങ്കിൽ അത് വിപണിയിൽ കുറച്ചുകൂടെ വില കൂടുതലായിട്ടാണ് ലഭ്യമാവുക. അപ്പോൾ തദ്ദേശീയമായി ഉണ്ടാകുന്ന വിളകൾക്ക് കൂടുതൽ വിപണി ലഭിക്കുകയും കൂടുതൽ മാർക്കറ്റ് ലഭിക്കുകയും ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരാവശ്യം കൂടി കർഷകർ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, വൈദ്യുതി ബോർഡ് സ്വകാര്യവൽക്കരിക്കരുത് എന്നുള്ളൊരാവശ്യമാണ്. കാരണം അത് കർഷകർക്ക് ഇരുട്ടടിയാകുന്ന ഒരു വലിയ തീരുമാനമാണ്. 2020 ഇലക്ട്രിസിറ്റി ആക്ടിലാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അത് പിൻവലിക്കണം എന്നുള്ളൊരാവശ്യം കൂടി ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക എന്നൊരാവശ്യം. കാർഷിക മേഖലയിൽ കോർപ്പറേറ്റുകൾ കടന്നു കയറിക്കൊണ്ട് അവർക്ക് വില നിശ്ചയിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ കർഷകരെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ
ഡൽഹിയിലേക്കുള്ള സമരം കർഷകർ കടുപ്പിച്ചിരിക്കുന്നത്. അത് ഏത് രീതിയിലുള്ള സമരമാകും എന്നുള്ളത് നമുക്ക് വരും നാളുകളിൽ തന്നെ കണ്ടറിയേണ്ടതുണ്ട്. കാരണം അത്രയും കടുത്ത രീതിയിലേക്ക് സമരം പോകുമെന്നുള്ളതിന്റെ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ സമരം നടക്കുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തിയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്, ഈ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ അടക്കം വലിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ സമരം തുടർന്ന് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. കാരണം ഏത് രീതിയിലുള്ള സമരത്തെയും അടിച്ചമർത്താൻ തന്നെയാണ് അവിടെ പോലീസിന്റെ ശ്രമം എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. കാരണം അള്ളുകൾ വെച്ചുകൊണ്ട് ഈ ട്രാക്ടറുകൾ പോകുന്നത് തടയാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം വരും നാളുകളിൽ എങ്ങനെ പുരോഗമിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നടക്കുന്ന കർഷക സമരത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരം നടക്കുന്ന അതിർത്തിയിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്കിനി നോക്കേണ്ടത്. വിഷ്ണു പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, വിളകൾക്ക് മിനിമം താങ്ങുവില നിയമം മൂലം ഉറപ്പുവരുത്തുക, കർഷകർക്ക് പെൻഷൻ നൽകുക, 2020 കർഷക സമരത്തിലെ കർഷകർക്കെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കുക, 2020 വിദ്യുച്ഛക്തി നിയമം പിൻവലിക്കുക, കർഷകരുടെ വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക. ഇത് ഉൾപ്പെടെ 10ഓളം ആവശ്യങ്ങളാണ് കർഷകർ കേന്ദ്ര സർക്കാരിന് മുൻപിൽ വെച്ചത്. മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പാക്കാത്ത കേന്ദ്ര സർക്കാർ ഈ ആവശ്യങ്ങൾ തള്ളി. ഇന്നലെ നടന്ന ചർച്ച പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഔദാര്യം പോലെ 2 നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. 2020 കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാം, 2020 വിദ്യുച്ഛക്തി നിയമവും പിൻവലിക്കാം. ബാക്കി ഒരാവശ്യവും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ, കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുത്ത ചർച്ചയിൽ കേന്ദ്ര സർക്കാർ കർഷക നേതാക്കളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് കർഷകർ ഇന്ന് ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ചത്. രാവിലെ 10,000-ഓളം പേരാണ് 10 മണിക്ക് ആരംഭിച്ച മാർച്ചിന്റെ ഭാഗമായത്. പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ അംബാലയിലെത്തിയപ്പോഴേക്കും പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ നിരത്തിയും റോഡിൽ മുള്ളാണി വിരിച്ചും ബാരിക്കേഡുകൾക്ക് മുകളിൽ കമ്പി വലകൾ നെയ്തും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കുകയായിരുന്നു ഹരിയാന പോലീസ്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുകയായിരുന്നു. കർഷകരെ എന്ത് വില നൽകിയും ഡൽഹിക്കകത്തേക്ക് ട്രാക്ടറുകളുമായി പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അതിനായി ഡൽഹിയുടെ എല്ലാ അതിർത്തികളും കൊട്ടിയടച്ചു. ഡൽഹി അതിർത്തിയിലേക്ക് എത്തും മുൻപ് തന്നെ ഹരിയാനയിൽ വെച്ച് തന്നെ സമരം അടിച്ചമർത്താനായിരുന്നു BJPയുടെ നീക്കം. അതിന്റെ ഭാഗമായി ശംഭുവിലും ജിൻഡിലും വെച്ച് ഈ കർഷക നേതാക്കളുമായി പോലീസ് ഏറ്റുമുട്ടി. കണ്ണീർ വാതകവും ജലപീരങ്കിയും ഉപയോഗിച്ചു. ഇതുകൊണ്ടെല്ലാം കർഷകർ പിരിഞ്ഞു പോകുമെന്നാണ് കേന്ദ്ര സർക്കാരും BJPയും കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ കർഷകർ വർദ്ധിച്ച സമരവീര്യത്തോടെ മുന്നോട്ട് വരികയാണ്. ബാരിക്കേഡുകൾ ട്രാക്ടറുകൾ ഉപയോഗിച്ച് എടുത്തുമാറ്റുന്നുണ്ട്. പലയിടത്തും പോലീസിന് പോലും പരിക്കേൽക്കുന്ന രീതിയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. കർഷകർക്ക് പറ്റിയ പരുക്കിന്റെ കണക്ക് ഇതുവരെ സർക്കാർ വൃത്തങ്ങളും പുറത്തുവിട്ടിട്ടില്ല. വ്യാപകമായി കണ്ണീർവാതകം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രയോഗിക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൽഹി അതിർത്തിയിലേക്ക് കർഷകർ എത്തിയേക്കുമെന്ന ആശങ്ക കേന്ദ്ര സർക്കാരിന് വലുതായി തന്നെയുണ്ട്. അതിനിടെ ഡൽഹിയിലേക്ക് കർഷകർ നടത്തിയ മാർച്ച് തടയുന്നതിനെതിരെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലും ഹർജിയെത്തി. ഒരു അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ പഞ്ചാബ് സർക്കാർ കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. കർഷകരുടെ സമരം ന്യായമാണെന്നും അവരെ തടയുന്നത് ശരിയല്ല എന്നും പഞ്ചാബ് സർക്കാർ കോടതിയെ അറിയിച്ചു. ഡൽഹിയുടെ അതിർത്തികൾ അടച്ച നടപടിയെയും കോടതി ചോദ്യം ചെയ്തു. മറുപടി നൽകാൻ ആവശ്യപ്പെട്ട് ഹരിയാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനിടെ ഇന്ന് ഹരിയാനയിലെ പൊതുജീവിതത്തെ, ഡൽഹി ഹരിയാന അതിർത്തിയിൽ ജീവിക്കുന്നവരുടെ പൊതുജീവിതത്തെ എല്ലാം തന്നെ സാരമായി ഈ കർഷക പ്രക്ഷോഭം ബാധിച്ചു. ഡൽഹിയെ മറ്റ് ഹരിയാന വഴി ജമ്മു കാശ്മീർ വരെ നീളുന്ന ദേശീയപാത 44 പൂർണ്ണമായി കൊട്ടിയടച്ചുകൊണ്ടാണ് സിംഘു അതിർത്തിയിൽ പോലീസ് കാവലൊരുക്കിയത്. നിരവധി പേരാണ് ഇതുവഴി കടന്നു പോകേണ്ടിയിരുന്നത്. എന്നാൽ ആർക്കും തന്നെ കടന്നുപോകാൻ സാധിച്ചില്ല. ജനജീവിതം ദുഷ്കരമായപ്പോഴാണ് കോടതി ഈ ചോദ്യം പോലും സർക്കാരിനോട് ചോദിക്കാൻ തയ്യാറായത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും കർഷകർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞത് തങ്ങൾ അധികാരത്തിലെത്തിയാൽ സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നും കർഷകർക്ക് മിനിമം താങ്ങുവില നിയമം മൂലം ഉറപ്പുവരുത്തുമെന്നുമാണ്. പഞ്ചാബ് PCC അധ്യക്ഷൻ സാധ്യമായ എല്ലാ നിയമസഹായവും കർഷകർക്ക് നൽകുമെന്ന് ഉറപ്പു നൽകി. മമതാ ബാനർജിയും കർഷക സമരത്തെ പിന്തുണച്ചു. ഡൽഹിയിലെ മൈതാനം ജയിലാക്കാൻ വിട്ടുനൽകില്ലെന്ന് അരവിന്ദ് കെജ്രിവാളും അറിയിച്ചു.
ഇങ്ങനെ വ്യാപകമായി രാജ്യത്തിന്റെ എല്ലാ കോണിൽ നിന്നും കർഷകർക്ക് പിന്തുണ ലഭിക്കുകയാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ ഡൽഹി ചലോ മാർച്ചിന് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കർഷകർ പ്രതിഷേധിച്ചു. 3 ദിവസത്തെ സമയമാണ് നിലപാടുകളിൽ മാറ്റം വരുത്താനും പുനർചിന്തനം നടത്താനും കേന്ദ്ര സർക്കാരിന് കർഷകർ നൽകിയിട്ടുള്ള സമയം. കേന്ദ്ര സർക്കാർ വഴങ്ങിയില്ല എങ്കിൽ ഡൽഹിയുടെ അതിർത്തികളിൽ 2020 സമാനമായി കുടിൽ കെട്ടി സമരം നടത്താനും കർഷകർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ബാരിക്കേഡുകൾ തങ്ങളെ തടയാൻ മതിയാകില്ല എന്ന സന്ദേശം തന്നെയാണ് ഈ അതിർത്തിയിൽ ശംഭു അതിർത്തിയിലും ജിൻഡിലും കർഷകർ പോലീസിന് നൽകിയതും. എന്തായാലും കർഷക സമരത്തിനെ കേന്ദ്ര സർക്കാർ നേരിടുന്ന രീതിക്കെതിരെ വലിയ പ്രതിഷേധമുയരുകയാണ്. കർഷക സമരം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കാതെ അവരെ തെരുവിലേക്ക് ഇറക്കുന്നതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. വളരെ ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തെ അന്നദാതാക്കളായ കർഷകർ നടത്തുന്ന സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലുവാനുള്ള സർക്കാരിൻ്റെ നീക്കം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും അപലപനീയവുമാണ്. കർഷകർ പുതുതായി സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന തരത്തിലുള്ള ആവശ്യങ്ങളല്ല ഉന്നയിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ നടപ്പിലാക്കുവാൻ ശ്രമിച്ച കരിനിയമങ്ങൾക്കെതിരായി സമരം ചെയ്തപ്പോൾ കർഷകർക്കെതിരായി എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുക എന്നുള്ള വളരെ ന്യായവും ജനാധിപത്യപരവുമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. രാജ്യത്തെ GDP ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരും തൊഴിലാളികളും ജീവനക്കാരുമാണ് സർക്കാരിനെതിരായി സമരം ചെയ്യുന്നത്. GDP വളർച്ചയിൽ ഊറ്റം കൊള്ളുന്ന സർക്കാരിന് GDP ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികളെയും കർഷകരെയും ജീവനക്കാരെയും എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്ന വളരെ സുപ്രധാനമായ ചോദ്യം ഉയരുന്നുണ്ട്. കർഷകര് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ താങ്ങുവില ലഭിക്കണമെന്നും അതിന് നിയമപരമായ പരിരക്ഷ ഉണ്ടാകണമെന്നും ആവശ്യപ്പെടുന്നത് തെറ്റല്ല. കാർഷിക വൃത്തിക്കായി കടമെടുത്തിട്ടുള്ള കർഷകർ കാർഷിക ഉൽപാദനത്തിന് ശേഷം അത് വിറ്റ് ആ കടം തിരിച്ചടയ്ക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, പ്രകൃതിക്ഷോഭം മൂലം അവരുടെ കാർഷിക വിളകൾ നശിക്കുമ്പോൾ അവരെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അത് 1ഉം 2ഉം കർഷക സംഘടനകളല്ല, രാജ്യവ്യാപകമായി ഏതാണ്ട് 200ഓളം കർഷക സംഘടനകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ കൃഷി വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരുടെ സംഘടനകളാണ്. അവരാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് പിന്തുണയുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കർഷക ആഭിമുഖ്യമുള്ള സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. അവരുമായി ചർച്ച ചെയ്ത് ആ വിഷയം പരിഹരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് കാണിക്കണം. അവരുന്നയിക്കുന്ന ആവശ്യങ്ങളോട് അനുഭാവപൂർവമായൊരു പരിഗണന നൽകുവാൻ സർക്കാർ ശ്രമിക്കണം. ഈ ജനാധിപത്യ വിരുദ്ധമായ സർക്കാർ നടപടിക്കെതിരായി ശക്തമായ ജനരോഷം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ജനരോഷം വലിയ രീതിയിൽ കർഷകരോഷം ഉയരുകയാണ്. ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഈ സമരക്കാർ നൽകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സമരത്തിന്റെ ഗതി എങ്ങോട്ടായിരിക്കും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്.